ചെയ്തതാരാണെങ്കിലും കൊലയാളി ഉടനെ കണ്ടുപിടിക്കണം സർ. എന്നിട്ട് അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നൽകാവുന്നതിന്റെ പരമാവധി ശിക്ഷ അവന് നൽകണം. എങ്കിലേ എന്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടും. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഞങ്ങൾ കിട്ടിയ മൊഴി അനുസരിച്ച് ഈ വീട്ടിലെ ഒരാളോട് ഒന്നും പറയാതെയാണ് സംഭവ ദിവസം നിത്യ പുറത്തു പോയത്. എന്തുകൊണ്ടായിരിക്കും അന്ന് ആ കുട്ടി അങ്ങനെ ചെയ്തത്? അറിയില്ല. ദേവികമായിട്ടായിരുന്നില്ലേ ആ കുട്ടിക്ക് അടുപ്പം കൂടുതൽ? അതെ. ദേവിക്ക് എന്താ തോന്നുന്നേ? വ്യക്തമായ തെളിവൊന്നുമില്ലാതെ ഒന്നും പറയരുതല്ലോ സർ. അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. അപ്പം സംശയമുണ്ട്. നിത്യയുടെ കല്യാണം മുടങ്ങിപ്പോയിരുന്നില്ല? അതെ. അതിന് ആ കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല. അതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടഭിപ്രായം വരാനുള്ള കാരണം? ശരത്ത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. കല്യാണം മുടങ്ങിയതിന്റെ വിഷമം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നല്ല സന്തോഷം അവൾക്കുണ്ടായിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സാറേ. ഞങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ല. കല്യാണം മുടങ്ങുന്നത് ഏതൊരു പെൺകുട്ടിക്കും വിഷമമല്ലേ സാറേ? അതെന്റെ കൊച്ചുമോക്കും ഉണ്ടായിരുന്നു. കല്യാണം മുടങ്ങിയതിൽ സങ്കടം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് ഈ കേസില് ഈ ഘട്ടത്തില് പ്രസക്തമായൊരു സംശയമാണോ സർ? സംശയമാകും. എപ്പോഴാന്നറിയോ? അതിന്റെ പേരിൽ അവളോട് ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നോ എന്ന് വരുമ്പോ. ഈ കേസിൽ അങ്ങനെ ഒരു ദേഷ്യം ആർക്കെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല സർ. തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെ ഇല്ല എന്നല്ല. തോന്നാൻ പാകത്തില് ഒരു തെളിവും ഇതുവരെ ഞങ്ങളുടെ മുൻപിൽ ഇല്ല എന്ന. എന്ന് വെച്ചാ നാളെ അങ്ങനെ വരാമെന്ന്? കേസല്ലേ സർ? കൊലപാതകമല്ലേ? എന്തും എപ്പോഴും മാറി മറിയാലോ. ദേവികയ്ക്ക് പലതും പറയണമെന്നുണ്ട്, പക്ഷേ പറയാൻ തയ്യാറല്ല. സാരമല്ല, ഞങ്ങളൊരു പ്രാഥമിക അന്വേഷണത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കേസ് ഞങ്ങൾ തെളിയിക്കും. കൊലപാതകി ആരാണെങ്കിലും കണ്ടുപിടിക്കുകയും ചെയ്യും. അറിയാലോ ഇതിൻ്റെ ഒരു പ്രാധാന്യം. ബ്രൂട്ടലി റേപ്ഡ്. ഞങ്ങളവനെ വിട്ടുകളയില്ല, ഒരു കാരണവശാലും വിട്ടുകളയില്ല. ചെയ്തവനെ കൈ കിട്ടിയാൽ പിന്നെ അവനെ പണിയെടുത്ത് തിന്നിയല്ല. അതെന്റെ ഉറപ്പാ. ഞാനത് പാലിച്ചിരിക്കും. എന്നാ ഇറങ്ങല്ലേ സാറേ? ഇറങ്ങാനോ? ഈ വീട്ടിൽ ഇനി രണ്ടുപേരുണ്ട്. ഒന്ന് അച്ഛൻ, രണ്ട് ശരത്തിന്റെ അമ്മ. അവരുടെ രണ്ടുപേരുടെയും മൊഴിയെടുക്കണം. വേണ്ട സാർ? വേണം. അതിന്റെ ആവശ്യമുണ്ടോ? ഒരു കണക്കിന് രോഗത്തിൽ നിന്ന് അച്ഛൻ രക്ഷപ്പെട്ടത്. ഈ സമയത്ത് മനസ്സിന് വിഷമം വരുന്നൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന്. മകള് മരിച്ചു. അതിലും വലിയ വിഷമം വേറെ വരാനുണ്ടോ ശരത്തെ? സാർ വരൂ. അച്ഛൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയും. ശരത്തിന്റെ അമ്മ അവരുടെ മനസ്സിലുള്ളതും. സാർ വരൂ.